ഫ്രണ്ട്സ്, ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഡിസിപ്ലിൻ എന്നുള്ളത് നിങ്ങൾക്കൊരു അഡിക്ഷനായിട്ട് മാറും. നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബ്രെയിൻ ഇതെല്ലാം ഫുള്ളി നിങ്ങളുടെ കൺട്രോളിലേക്ക് വരും. പിന്നെ ഈ ഒരു ലോകത്തിലുള്ള ഒരു ഡിസ്ട്രാക്ഷൻസിനും നിങ്ങളുടെ ഡിസിപ്ലിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു സിസ്റ്റം അത്രയും പവർഫുള്ളാണ്. ഇതിലൂടെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഗോൾസിന് വേണ്ടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഇനി മുതൽ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഡിസിപ്ലിൻ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഈ സിസ്റ്റം അതിനെ ഈസിയാക്കി മാറ്റും. സോ ലെറ്റ്സ് ബിഗിൻ. ഫ്രണ്ട്സ്, ആദ്യം നിങ്ങൾ ഗെയിം കളിക്കുന്നതിനെ പറ്റി ഒന്ന് ഓർത്ത് നോക്കൂ. ആ ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നത്, അതിനോട് നിങ്ങൾ എങ്ങനെയാണ് അഡിക്റ്റായിട്ട് മാറുന്നത്. ഒരു പ്രാവശ്യം ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ആൻഡ് ആ ഒരു ഗെയിം ഓഫ് ചെയ്യുക എന്നുള്ളതും ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും. ഒരു ലെവൽ കംപ്ലീറ്റ് ആക്കും, പിന്നെ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾ ഓരോ ലെവലും കംപ്ലീറ്റ് ആക്കി അതിൻ്റെ എൻഡ് വരെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് എങ്ങനെയാണെന്നറിയോ? ഇവിടെ ഒരു പവർഫുൾ സിസ്റ്റം അപ്ലൈ ആകുന്നുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ മെയിൻ ഗോൾ എന്താണെന്നാൽ നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റെല്ലാ കാര്യങ്ങളെയും ബ്ലർ ചെയ്ത് നിങ്ങളുടെ അറ്റൻഷനെ മുഴുവനായും ആ ഒരു ഗെയിമിൽ മാത്രം ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എങ്ങനെ സാധ്യമാകുന്നു എന്നാൽ ഓരോ കാര്യങ്ങളുടെയും ക്ലിയർ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റഡ്, നിങ്ങളുടെ കൈവശം എത്ര പവർ ബാക്കിയുണ്ട്, എത്ര ടൈമുണ്ട്, ഇതുവരെയുള്ള നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ നിങ്ങൾ മിസ് ചെയ്തു, അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എത്ര സമയത്തിനുള്ളിൽ ചെയ്യണം, അതിനുള്ള റിവാർഡ് എന്തായിരിക്കും, ഫെയിലായാൽ എന്ത് നഷ്ടം സംഭവിക്കും, ഇങ്ങനെ A to Z എല്ലാം ക്ലിയർ ആയിരിക്കും. ഇതുകൊണ്ടാണ് നിങ്ങളുടെ ബ്രെയിൻ അതിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കുന്നത്. അതിന് കൺഫ്യൂഷൻസ് ഇല്ല. എന്ത് ചെയ്യണമെന്ന് അതിന് നന്നായിട്ട് അറിയാം, എപ്പോൾ ചെയ്യണമെന്നറിയാം, എത്ര നേരം ചെയ്യണമെന്നറിയാം, ആൻഡ് ഫൈനൽ റിസൾട്ട് എന്താണെന്നും അറിയാം. സോ ഇതുപോലെയുള്ള ഒരു സിസ്റ്റം ഡിസിപ്ലിനായിട്ടും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഹാർഡായിരിക്കില്ല, അത് ഈസി ആയിട്ട് മാറും. സോ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ട മെയിൻ ടൂൾ നിങ്ങളുടെ മൊബൈൽ മാത്രമാണ്. വേറെ യാതൊരു ഫാൻസി ആപ്പും ഇതിന് ആവശ്യമില്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോണിലുള്ള ക്ലോക്കിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. പൊതുവെ നമ്മൾ അലാം സെറ്റ് ചെയ്യുക രാവിലെ എണീക്കാനായിരിക്കും, അല്ലേ? എന്നാൽ ഇനി മുതൽ എണീക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട എല്ലാ ടാസ്കിനും ഒരു എക്സാക്റ്റ് അലാം സെറ്റ് ചെയ്യണം. ഏത് വർക്ക് ഏത് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യണം അതിനൊരു അലാം സെറ്റ് ചെയ്യുക. ആൻഡ് ആ ഒരു വർക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര ടൈമിന് ഫിനിഷ് ചെയ്യണം അതിനും ഒരു അലാം സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, രാവിലെ 6 മണിക്ക് വെയ്ക്കപ്പ് അലാം, 6:15 വർക്കൗട്ട് സ്റ്റാർട്ട് അലാം, 7 മണിക്ക് വർക്കൗട്ട് ഫിനിഷ് അലാം, 8 മണിക്ക് സ്റ്റഡി സ്റ്റാർട്ട് അലാം, 9 മണിക്ക് സ്റ്റഡി ഫിനിഷ് അലാം. ഇത്തരത്തിൽ ഓരോ ടാസ്കിനും സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും ക്ലിയറായി സെറ്റ് ചെയ്യുക. ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. ഇതിന് ഒരു സ്ട്രിക്റ്റ് റൂൾ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അലാം അടിച്ച ഉടനെ അത് ചെയ്യുന്നത് നിർത്തുക. ഇനി അടുത്ത അലാം അടിച്ചാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്കാകുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിനിനെ ഡിസിപ്ലിന് അഡിക്റ്റ് ആക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. രാത്രി നിങ്ങൾ ടു ഡു ലിസ്റ്റ് എഴുതാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി മുതൽ നോർമലായിട്ടല്ലാതെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓരോ ടാസ്കിനും എക്സാക്ട് ടൈം സെറ്റ് ചെയ്യുക. ആ ഒരു അലാമിന് ഒരു ലേബലും നൽകുക. ഫോർ എക്സാമ്പിൾ, സ്റ്റഡി സ്റ്റാർട്ട്, വർക്കൗട്ട് സ്റ്റാർട്ട്, പ്രോജക്റ്റ് വർക്ക്, റീഡിംഗ് ടൈം, ഫോൺ ഓഫ്. ഇനി ആ ഒരു ടാസ്ക് എപ്പോഴാണോ കംപ്ലീറ്റ് ആക്കേണ്ടത് അതിനും ഒരു ലേബൽ നൽകുക. ഫോർ എക്സാമ്പിൾ, സ്റ്റഡി കംപ്ലീറ്റ്, വർക്കൗട്ട് കംപ്ലീറ്റ്, പ്രോജക്റ്റ് സ്റ്റോപ്പ്. ഇത്തരത്തിൽ അലാം സെറ്റ് ചെയ്യുക. പിന്നെ അലാം ടോൺ വളരെ വീക്കാകാൻ പാടില്ല. സ്ലീപ്പ് ടോണിനെ പോലെ സ്ലോ ആയിരിക്കാൻ പാടില്ല. അലാം കേട്ട ഉടനെ നിങ്ങളിൽ എനർജി ഫീൽ ചെയ്യണം. ആക്ഷൻ ടൈം എന്ന സിഗ്നൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് പോകണം. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നാളെ എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കില്ല. അത് സിസ്റ്റം നോക്കിക്കോളും. മോർണിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഓരോ അലാമും അതിൻ്റെ എക്സാക്ട് ടൈമിന് റിങ് ചെയ്യും. നിങ്ങളുടെ മെയിൻ ഗോൾ എന്താണെന്നാൽ മാക്സിമം അലാം ടാസ്ക് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും നിങ്ങൾ ഫസ്റ്റ് അലാം മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഫസ്റ്റ് അലാമാണ് ആ ഒരു ദിവസത്തിൻ്റെ മൊത്തം ഡയറക്ഷനും സെറ്റ് ചെയ്യുന്നത്. അലാം റിങ് ആകും, സ്ക്രീനിൽ ടാസ്ക് നെയിം വരും. ആ ഒരു സമയത്ത് ചിന്തിക്കാതെ അവിടെ ആക്ഷൻ എടുക്കുക. ജസ്റ്റ് ഡു ദ ടാസ്ക്. അലാം അടിച്ച ഉടനെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുക. ഒരു പ്രാവശ്യം നിങ്ങൾ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്രെയിൻ ഈസിലി ഡിസ്ട്രാക്റ്റ് ആകില്ല. കാരണം ആ ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യാനുള്ള സമയവും നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനിന് ആ ഒരു ഡെഡ് ലൈൻ ക്ലിയർ ആണ്. ഇവിടെയാണ് പാർക്കിൻസൺസ് ലോ വർക്കാകുന്നത്.
നിങ്ങളൊരു വർക്കിന് എത്ര ടൈം കൊടുക്കുന്നുണ്ടോ അത്രയും ടൈം ആ ഒരു വർക്ക് എക്സ്പാൻഡ് ആകും. എന്നാൽ നിങ്ങൾ ക്ലിയർ ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഫാസ്റ്റായി വർക്ക് ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ പ്രഷർ ഉണ്ടായിരിക്കും. ആ പ്രഷർ വളരെ ആവശ്യമാണ്. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ അതിൻ്റെ മാക്സിമം എഫേർട്ട് നൽകി ആ ഒരു വർക്ക് ചെയ്യും. ഫ്രണ്ട്സിന് നിങ്ങളുടെ ലൈഫിലും തീരെ ഡിസിപ്ലിൻ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഗോളൊക്കെ ഉണ്ടായിരിക്കും, ബട്ട് ഈ ഒരു ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ്, അഡിക്ഷൻസ് ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ലൈഫിൽ വളരെയധികം സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഗ്രോത്തിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നാൽ ഇവിടെ നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് നിങ്ങളുടെ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി ഇതൊക്കെ ഉറപ്പുവരുത്താനായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ദിവസേന നിങ്ങൾക്ക് ലഭ്യമായിരിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല നിങ്ങളുടെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി, ഓവറോൾ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ്ങും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ലൈഫിലേക്ക് ഒരു നല്ല മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് റിയൽ ഗെയിം സ്റ്റാർട്ടാകുന്നത്. നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഡോപ്പമിൻ ചെയിൻ റിയാക്ഷൻസ് സ്റ്റാർട്ടാകും. ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കി എന്നുള്ള ആ ഒരു വിക്ടറി ഫീൽ നിങ്ങൾക്ക് ലഭിക്കും. ശേഷം നെക്സ്റ്റ് അലാം, നെക്സ്റ്റ് ടാസ്ക് അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് അലാം, നെക്സ്റ്റ് ടാസ്ക്. പതിയെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറി തുടങ്ങും. ഇവിടെ നിങ്ങൾ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബട്ട് ഒരു അലാമും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഗെയിമിൽ ഓരോ ലെവലും കംപ്ലീറ്റ് ആക്കുന്നത് പോലെ ഓരോ അലാം ടാസ്കും നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. സപ്പോസ് യാതൊരു കാരണവുമില്ലാതെ ഒരു അലാം നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബാഡ് ഫീലിംഗ് വരും. ആ ഒരു അലാം ഞാൻ മിസ്സാക്കിയല്ലോ, അതെനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന ഈ ഒരു ലൂസർ ഫീലിംഗ് പോലും ഒരു ഫ്യൂലായിട്ട് മാറും. നെക്സ്റ്റ് അലാം മിസ്സാക്കില്ല എന്ന് നിങ്ങളുടെ ബ്രെയിൻ ശക്തമായിട്ട് തീരുമാനമെടുക്കും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടായിരിക്കും, ബ്രോ ഒരു ദിവസം ഞാൻ ലേറ്റായിട്ട് എണീറ്റിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു മുഴുവൻ സിസ്റ്റവും കൊലാപ്സ് ആകില്ലേ എന്ന്. ഇതിനും സൊല്യൂഷനുണ്ട്. ഫസ്റ്റ്, ലേറ്റായി എണീക്കാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. എന്നാൽ ജെനുവിൻലി നിങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുഴുവൻ സിസ്റ്റത്തെയും റീഷെഡ്യൂൾ ചെയ്യുക. മോർണിംഗിൽ ലേറ്റായി എണീറ്റത് കൊണ്ട് ഇന്നത്തെ ദിവസം പോയി ഇനി നാളെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാതിരിക്കുക. പകരം റീഷെഡ്യൂൾ ചെയ്യുക. സപ്പോസ് 6 മണിക്ക് എണീക്കേണ്ട നിങ്ങൾ 8 മണിക്കാണ് എണീച്ചതെങ്കിൽ അപ്പോൾ അലാം ഷെഡ്യൂൾ 2 hours ഷിഫ്റ്റ് ചെയ്ത് ആ ഒരു ദിവസം സേവ് ചെയ്യുക. നിങ്ങളൊന്ന് ലേറ്റ് ആയതുകൊണ്ട് ആ ഒരു ദിവസം മൊത്തം കളയേണ്ട ആവശ്യമില്ല. ബട്ട് ഫ്രണ്ട്സ്, ഒരു തക്കതായിട്ടുള്ളൊരു കാരണമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റീഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ. ഓരോ ദിവസവും നിങ്ങൾ ലേസി ആയിട്ട് എണീറ്റ് റീഷെഡ്യൂൾ ചെയ്യാൻ പാടില്ല. ഇവിടെ റൂൾ സിമ്പിളാണ്. ടാസ്ക് ഏത് സമയത്താണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു സമയത്ത് അലാം അടിക്കും. അപ്പോൾ അലാം അടിച്ചിട്ടുണ്ടെങ്കിൽ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് റൂൾസ് ഉണ്ട്. അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സിസ്റ്റം പ്രോപ്പറായി വർക്ക് ആകില്ല. റൂൾ നമ്പർ 1, നിങ്ങൾ ഡെയിലി സെറ്റ് ചെയ്യുന്ന ചില ടാസ്കുകൾ കംപ്ലീറ്റ് ആകാതെ പോകാം, ചില ടാസ്കുകൾ മിസ്സാകാം, ചില ഡേയ്സ് എല്ലാം കംപ്ലീറ്റ് ആകാം. ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങളുടെ ഗോൾ 100% പെർഫെക്റ്റ് ആകുന്നതല്ല, മാക്സിമം ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കുന്നതാണ്. ഇന്നലെ 5 അലാം ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് 6 അലാം ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കാൻ ട്രൈ ചെയ്യുക. സ്ലോലി ഇംപ്രൂവ് ആവുക. റൂൾ നമ്പർ 2, ഈ ഫുൾ ഷെഡ്യൂളിൻ്റെ ഇടയിൽ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ നിങ്ങൾ ഫ്രീ ആയിരിക്കണം. ആ ടൈമിൽ അലാമൊന്നും സെറ്റ് ചെയ്യരുത്. കംപ്ലീറ്റ്ലി ഫ്രീ. റിലാക്സ് ചെയ്യുക, ഗെയിം കളിക്കുക, മൂവി കാണുക, ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുക, റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ നിങ്ങൾക്കിഷ്ടപ്പെട്ടത് ചെയ്യുക. ഡെയിലി ആ ഒരു ഫുൾ ഡേ ടാസ്കിൻ്റെ മേലെ ടാസ്ക് സെറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബേൺ ഔട്ട് ആകും. ഡിസിപ്ലിൻ എന്നാൽ ഡെയിലി നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നതല്ല, വർക്ക് ടൈമിൽ വർക്ക്, റെസ്റ്റ് ടൈമിൽ റെസ്റ്റ്. അതാണ് സസ്റ്റൈനബിൾ ഡിസിപ്ലിൻ. റൂൾ നമ്പർ 3, ചില ടാസ്കുകൾ ചെയ്യാൻ നിങ്ങൾക്ക് തീരെ മൂഡുണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, സ്റ്റഡി അലാം റിംഗ് ആകുന്നു, എന്നാൽ പഠിക്കാൻ തീരെ മൂഡില്ല എന്ന് നിങ്ങളുടെ മൈൻഡ് പറയുന്നു. ആ ഒരു ടൈമിൽ ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിക്കാതിരിക്കുക. 2 മണിക്കൂർ പഠിക്കണമെന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റുക. അതിന് പകരം എനിക്കെൻ്റെ ടേബിളിൻ്റെ അടുത്തുള്ള ചെയറിലൊന്ന് പോയിട്ടിരിക്കണം, ജസ്റ്റ് ആ ഒരു ബുക്കൊന്ന് ഓപ്പൺ ചെയ്യണം, അതുമാത്രം മതി. ഇനി വർക്കൗട്ട് ചെയ്യണോ, ജസ്റ്റ് ഷൂസ് മാത്രം ഇടുക. ഇനി എഴുതണോ, ആദ്യം പെന്ന് കയ്യിലെടുക്കുക. വർക്ക് ചെയ്യണോ, ജസ്റ്റ് നിങ്ങളുടെ ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക.
നിങ്ങൾ ഫുൾ ടാസ്കിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. ഫസ്റ്റ് ആക്ഷനെ പറ്റി മാത്രം ചിന്തിക്കുക. കാരണം ലോകത്തിലുള്ള മാക്സിമം റെസിസ്റ്റൻസ് ഒരു വർക്കിൻ്റെ മിഡിലിലോ എൻഡിലോ അല്ല ഉണ്ടായിരിക്കുക, അതതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലായിരിക്കും. നിങ്ങൾക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായി നടക്കാൻ ആരംഭിക്കും. റൂൾ നമ്പർ 4, ഡിസിപ്ലിനെ സ്ട്രെസ്സായിട്ട് കാണാതിരിക്കുക. ഇതെല്ലാം ഞാൻ ചെയ്തേ പറ്റൂ, ഞാൻ കഷ്ടപ്പെട്ടേ തീരൂ എന്ന് വിചാരിക്കാതിരിക്കുക. ഡിസിപ്ലിനെ എൻജോയ് ചെയ്ത് ഓരോ ടാസ്കും എഫിഷ്യൻ്റായിട്ട് കംപ്ലീറ്റ് ആക്കുക. നിങ്ങളുടെ മൈൻഡ് എനിക്കിന്ന് മൂഡില്ല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയും. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബെസ്റ്റ് വേർഷൻ അങ്ങനെയൊന്നും പറയില്ല. അത് നിങ്ങളെ സക്സസ്ഫുള്ളായി മാത്രം കാണണമെന്നേ വിചാരിക്കൂ. സോ അലാമിനെ ഒരു സൗണ്ടായി കാണാതെ ഒരു കമാൻഡായി നിങ്ങൾ കാണുക. അലാം അടിച്ചാൽ ഉടനെ ആക്ഷൻ, ടാസ്ക് സ്റ്റാർട്ട്, ടാസ്ക് ഫിനിഷ്, നെക്സ്റ്റ് ലെവൽ. ഇവിടെ നിങ്ങൾ ഡിസിപ്ലിനെ ഫോഴ്സ് ചെയ്യാതെ സിസ്റ്റത്തെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ആ ഒരു സിസ്റ്റം നിങ്ങളെ ഡിസിപ്ലിൻഡാക്കി മാറ്റാൻ ആരംഭിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലാം ഇല്ലാതെ തന്നെ അതേ ടൈമിൽ നിങ്ങളുടെ ബ്രെയിൻ റെഡിയാകും, ബോഡി റെഡിയാകും, ടാസ്ക് ഓട്ടോമാറ്റിക് ആകും. അപ്പോൾ ഡിസിപ്ലിൻ ഒരു സ്ട്രഗിൾ ആയിരിക്കില്ല, അത് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറും. സോ ഇന്ന് നൈറ്റ് തന്നെ ഒരു നോർമൽ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ ഒരു അഡ്വാൻസ്ഡ് അലാം സിസ്റ്റം സെറ്റ് ചെയ്യുക. ഓരോ ടാസ്കിനും സ്റ്റാർട്ട് ടൈം, ഫിനിഷ് ടൈം ക്ലിയർലി സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് മോർണിംഗ് അലാം അടിച്ചാൽ ചിന്തിക്കാതെ ആക്ഷൻ എടുക്കുക. ജസ്റ്റ് ഡു ദ ടാസ്ക്. കാരണം നിങ്ങളുടെ പുതിയ ഡിസിപ്ലിൻഡ് ലൈഫ് അത് വലിയൊരു ഡിസിഷനിൽ നിന്ന് സ്റ്റാർട്ടാകില്ല. ഈ അലാംസ് മിസ്സാക്കാതെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ തന്നെ അത് സ്റ്റാർട്ടാകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.